ഹായ് ക്രിയേറ്റേഴ്സ്, നിങ്ങൾ യൂട്യൂബിൽ ഷോർട്സ് ചെയ്യുമ്പോൾ 100 വ്യൂസ്, 500 വ്യൂസ്, 1000 വ്യൂസിലൊക്കെ സ്റ്റക്ക് ആകാറുണ്ടോ? നിങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു പ്രോബ്ലം വരുന്നത്. യൂട്യൂബിലുള്ള 99% ആളുകളും ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ കുറച്ച് സീക്രട്ട് ടിപ്സ് ആണ്. അപ്പോൾ ഞാൻ സീക്രട്ട് ടിപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ പല ട്രിക്കുകൾ ചെയ്തിട്ടും റീച്ച് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. തൊട്ട് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വ്യൂസ് കൂടുമെന്ന് ഞാൻ പറയുമ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഷോർട്സ് എങ്ങനെയുള്ളതായിരിക്കണം, അതിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ സീക്രട്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. കാരണം ഇതിലെ ട്രിക്കുകളും അതിലെ ടിപ്സുകളും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷോർട്സിന് റീച്ച് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്ത് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ദിവസങ്ങളുടെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും ഈ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടേക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് കാർഡ്സിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഷോർട്സ് സ്റ്റക്ക് ആകുന്നത് ഒഴിവാക്കൽ എങ്ങനെ, എന്തൊക്കെ ടിപ്സ് ആണ് എന്നുള്ളതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാം. അതായത് ഈ ഒരു വീഡിയോക്ക് താഴെ ഇപ്പൊ നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതുപോലെ എത്ര നിങ്ങളുടെ ചാനലിന്റെ നെയിം, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. നിങ്ങൾ കമന്റിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് ഓരോ കമന്റ് എടുത്തിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ആ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചാനൽ എത്രത്തോളം ഗ്രോ ആയി എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ ചാനലിന്റെ നെയിമും അതുപോലെ നിങ്ങൾക്ക് എത്ര സബ് എന്നുള്ളത് കമന്റ് ആയിട്ട് ഇടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യം ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോയിലൂടെ തന്നെ എത്രത്തോളം ഗ്രോ ആയിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ ചാനലിന്റെ അവസ്ഥ എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് നേരെ ഷോർട്സിൽ എങ്ങനെ നമുക്ക് സ്റ്റക്ക് ആകുന്ന പ്രോബ്ലം വ്യൂസ് കൂട്ടാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ ഷോർട്സ് ഇങ്ങനെ സ്റ്റക്ക് നിൽക്കുന്നത് 100, 500-ലൊക്കെ. അപ്പൊ ഇവിടെ യൂട്യൂബിന്റെ അൽഗോരിതം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് യൂട്യൂബിന്റെ അൽഗോരിതം എന്നുള്ളത്? നമ്മളൊരു ഷോർട്സ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കും, വ്യൂവേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അവരിലേക്കൊക്കെ നമ്മുടെ ഷോർട്സ് അങ്ങോട്ട് പോയിട്ട് അവർ കാണാതിരിക്കുമ്പോൾ യൂട്യൂബ് സ്റ്റക്കാക്കി നിർത്തുകയാണോ? അങ്ങനെയല്ല. ഇവിടെ യൂട്യൂബ് എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിക്കിട്ടും. യൂട്യൂബ് ആദ്യം കുറച്ച് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കുന്നതാണ്. ഒരു 100 പേരിലേക്ക് എത്തിക്കുകയാണ് എന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ ആ ഒരു 100 പേരിൽ എത്ര ആളുകൾ ഈ ഒരു വീഡിയോക്ക് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കും. അങ്ങനെ കൂടുതൽ ആളുകൾ അത് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബ് 100 പേർക്ക് കാണിച്ചത് 500 പേരിലേക്ക് എത്തിക്കും, 1000 പേരിലേക്ക്, 2000 പേരിലേക്ക്, അങ്ങനെ ഇങ്ങനെ യൂട്യൂബ് റീച്ച് കൂട്ടുകയാണ്. ഇതാണ് ബേസിക്കലി നമ്മുടെ ഷോർട്സിന് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഷോർട്സ് 100 പേർക്ക് അയച്ചല്ലോ, അതിലൊരു 50 പേര് യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കാണുന്നില്ല എന്ന് കരുതുക. കുറച്ച് പേര് ക്ലിക്ക് ചെയ്ത ഉടനെ സ്കിപ്പ് ചെയ്ത് പോകുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിന് മനസ്സിലായി ഈ ഒരു വീഡിയോ ഇനി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണ്ട എന്നുള്ളത്. യൂട്യൂബ് അവിടെ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആദ്യം 100 പേരിലേക്ക് എത്തിച്ചതിൽ അവരെ കൊണ്ട് നമ്മുടെ ഷോർട്സ് വീഡിയോ മുഴുവനായിട്ട് കാണിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ചാലഞ്ച്. ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, അതെങ്ങനെ കഴിയും? ആദ്യം കാണിക്കുന്ന ആളുകളെ കൊണ്ടൊക്കെ നമുക്ക് എങ്ങനെ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ അവരെങ്ങനെ വീഡിയോ മുഴുവനായിട്ട് കാണും? ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഷോർട്സ് സ്റ്റാർട്ടിങ് വിത്ത് ഹൂക്സ് എന്നുള്ളത്, ഒരു ഹൈ മൊമെന്റിലൂടെ നമ്മുടെ ഷോർട്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ ആളുകൾ സ്കിപ്പിങ് കുറയും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, എന്താണ് ഈ ഒരു ഹുക്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു കാറ് വാഷ് ചെയ്യുകയാണെങ്കിൽ അത്രയും അഴുക്കായിട്ടുള്ള ഒരു കാർ ആദ്യം കാണിച്ചിട്ട് പെട്ടെന്ന് അതങ്ങ് ട്രാൻസ്ഫോം ആയി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കാറായി മാറുന്നു. അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ അങ്ങനെ ആകുന്നു, നമ്മളെ കിച്ചൺ അങ്ങനെ ആകുന്നു, നമ്മളെ എന്തും നമുക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക്
ഒരു പെട്ടെന്ന് ആളുകളിലേക്ക് ക്യാച്ച് ചെയ്യുന്ന പോലെ. ഇപ്പൊ നമ്മൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സൗണ്ട് പെട്ടെന്ന് ക്വാളിറ്റി ആകുന്നു, ക്വാളിറ്റി ഇല്ലാത്ത ഒരു വീഡിയോ ക്വാളിറ്റിയിലേക്ക് മാറുന്നു. അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് എന്തോ ഒന്ന് ഈ വീഡിയോയിൽ ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ പോകാൻ അത് കാരണമാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഹൂക്സ് മൊമെന്റിലൂടെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വ്യൂവേഴ്സിന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, ഇങ്ങനെ ഉണ്ടായിരുന്ന സംഭവം എങ്ങനെ ആയി എന്നുള്ളത്. അപ്പൊ അവർ ആ ഒരു വീഡിയോ മുഴുവൻ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് തന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, പക്ഷെ ആ തുടക്കത്തിൽ നമ്മൾ എന്തോ കാണിച്ചു, അത് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ക്ലൈമാക്സിലേക്ക് ആളുകൾക്ക് ഒരു ആകർഷണം തോന്നുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു പോയി ഒരു ക്ലൈമാക്സിൽ അത് അങ്ങ് എൻഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ ആ ഒരു ചടുലത, ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടാം. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നമ്മൾ ക്വാളിറ്റി കുറവുള്ളത് ക്വാളിറ്റി കൂടിയതിലേക്ക് കാണിച്ചുകൊണ്ട് നമ്മളെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന സബ്ജക്റ്റ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇത് ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് ലഭിക്കുന്നതല്ല. നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മളിലേക്ക് ഈ ഒരു ക്വാളിറ്റി വരുന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. നിങ്ങൾ ഇപ്പൊ എൻ്റെ ചാനലിലാണെങ്കിൽ തന്നെ എൻ്റെ ആദ്യത്തെ ഷോർട്സും ഇപ്പോഴത്തെ ഷോർട്സും എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാ ഷോർട്സിനാണെങ്കിലും ലോങ്ങിനാണെങ്കിലും അത് തന്നെ നിങ്ങൾക്കും വരുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതിന്റെ ഒരു സീക്രറ്റ് കൂടുതലായിട്ട് മനസ്സിലായി വരും. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു സ്ട്രെസ്, ടെൻഷനൊക്കെ കുറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളെ ഷോർട്സിന്റെ ഇൻട്രോ നന്നാക്കി, അപ്പൊ ആളുകൾ സ്കിപ്പ് ചെയ്ത് പോകുന്നില്ല, കുറച്ച് സമയം നമ്മളെ ഷോർട്സ് കാണുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെ ഷോർട്സ് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആകുമോ? ഇല്ല. നമ്മൾ ആ ഒരു ഷോർട്സ് അവസാനം വരെ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വ്യൂ വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ അവസാന നിമിഷം വരെ കൊണ്ടെത്തിക്കേണ്ടത്, അവരെ പിടിച്ചിരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ അവസാനം വരെ അവരെ കൊണ്ട് നമുക്ക് കാണിപ്പിക്കാൻ കഴിയും? ഇൻട്രോ നന്നാക്കി അവർ കുറച്ച് സമയം കണ്ടു, അതിനു വഴിയുണ്ട്. നമ്മൾ എപ്പോഴും ഷോർട്സ് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകാതെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് പറയാൻ ശ്രമിക്കുക. അതുപോലെ കൂടുതൽ എഫക്റ്റുകൾ കൊടുക്കുക, ട്രാൻസിഷൻ കൊടുക്കുക, സൗണ്ട് എഫക്റ്റുകൾ നന്നായിട്ട് പ്ലേസ് ചെയ്യുക. നമ്മൾ എത്രത്തോളം കട്ട്സ് കൊടുത്തിട്ട് എഫക്റ്റ് ചടുലമാക്കുന്നോ അത്രത്തോളം ആളുകൾ നമ്മുടെ ഷോർട്സിൽ എൻഗേജിങ് ആയിരിക്കും. അപ്പൊ പലരും എന്താ ചെയ്യുന്നത്, ഇവരൊറ്റ ടേക്കിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. എന്താണ് അവർ ഉദ്ദേശിച്ചത് അത്. അങ്ങനെ നിങ്ങൾക്ക് ഒറ്റ ടേക്കിലാണെങ്കിൽ തന്നെ അത് കൂടുതൽ കട്ട്സ് ആക്കിയിട്ട് പ്രത്യേക എഫക്റ്റുകൾ കൂടുതൽ കൊടുത്തിട്ട് ഫിൽറ്ററിങ് കൊടുത്തിട്ട് കളർ ഗ്രേഡിങ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് ഒന്നുകൂടി വിഷ്വലി അത് കളർഫുൾ ആയിരിക്കും. കൂടുതൽ സൗണ്ട് എഫക്റ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളെ ഷോർട്സിന് നമ്മൾ നല്ലൊരു ഇൻട്രോ കൊടുത്തു, അതുപോലെ നമ്മൾ നല്ല എഫക്റ്റുകൾ കൊടുത്ത് കട്ട്സ് ഒക്കെ ചെയ്ത് നല്ല സൗണ്ട് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കൊടുത്ത് നല്ല എഫക്റ്റ് നന്നായിട്ട് ചെയ്തു നമ്മൾ. അങ്ങനെയെങ്കിൽ നമ്മളെ ഷോർട്സ് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആകുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും പിന്നെ എങ്ങനെയാണ് റീച്ച് ആകുക എന്നുള്ളത്. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി നമുക്ക് വരേണ്ടതുണ്ട്. എന്താണത്? എൻഗേജ്മെന്റ്. അതായത് നമ്മളൊരു ഷോർട്സ് വീഡിയോ കാണുമ്പോൾ അതിൽ ആളുകൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ ഷോർട്സിൽ അവർ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചെയ്യണം. ഇതുകൊണ്ടാണ് മിക്ക ക്രിയേറ്റേഴ്സും അവരുടെ ഷോർട്സിന്റെ ഇടയിൽ, അവരുടെ വീഡിയോസിന്റെ ഇടയിൽ ഒരു കോൾ ടു ആക്ഷൻ, ചാനൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുന്നത്, ഷെയർ ചെയ്യാനൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ഈ ഒരു എൻഗേജ്മെന്റ് അവരുടെ ആ ഒരു വീഡിയോക്ക് വരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രത്യേകിച്ച് അവർക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് വേണം എന്നുള്ളത് കൊണ്ടല്ല. അവരുടെ വീഡിയോക്ക് റീച്ച് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന്റെ അല്ലെങ്കിൽ വ്യൂവേഴ്സിന്റെ എൻഗേജ്മെന്റ് ആ ഒരു ചാനലിൽ ആ ഒരു വീഡിയോക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ വ്യൂസ് കൂടും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഏത് രീതിയിലൊക്കെ എൻഗേജ്മെന്റ് കൂട്ടാൻ കഴിയും. ഷോർട്സിലൊക്കെ ആണെങ്കിൽ ഒരുപാട് നമുക്ക് ക്വിസ് കൊടുക്കാം, ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം, ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. അവരോട് ഷോർട്സിൽ തന്നെ കമന്റ് ആയിട്ട് ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കാം. അത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ആ ഒരു ഐഡിയക്ക് എഫക്റ്റീവ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വർക്കാകുന്നതാണ്. അപ്പോൾ ഷോർട്സിൽ ഈ ഒരു 3 കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്സ് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആകുന്നതാണ്, വ്യൂസും കൂടുന്നതാണ്. അപ്പൊ നിങ്ങൾ കരുതും ഈ ഒരു 3 കാര്യം ചെയ്തത് കൊണ്ട് മാത്രം ഷോർട്സിന് വ്യൂസ് കിട്ടുമോ എന്നുള്ളത്. അപ്പോഴും ഞാൻ പറയും ഇല്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും താനല്ലോ പിന്നെ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളത്. ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പക്ഷെ
ഇത് ഒരു വീഡിയോക്ക് മാത്രം ചെയ്തത് കൊണ്ട് കാര്യമല്ല. ഇതിങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം. നിങ്ങൾ ഒരു വീഡിയോ, 2 വീഡിയോ, 3 വീഡിയോ ചെയ്ത് ഇതുപോലെ ചെയ്തു, ശ്രദ്ധിച്ചു, വ്യൂസ് വരുന്നില്ല എങ്കിലും ഇതുകൊണ്ട് കാര്യമില്ല എന്നുള്ള ഡിസിഷൻ എടുക്കരുത്. യൂട്യൂബിൽ നിങ്ങൾ ഷോർട്സ് ആയാലും ലോങ് ആയാലും എന്തോ ആയിക്കോട്ടെ, നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, നമ്മൾ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ഇതേ ട്രിക്കുകൾ നിങ്ങൾ എല്ലാ ഷോർട്സിനും പരീക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ചാനല് നമ്മുടെ ഷോർട്സ് ഫീഡിലേക്ക് കടക്കലും കൂടുതൽ റീച്ച് ആകുന്നതും. ഇതിനോടുകൂടെ ശ്രദ്ധിക്കേണ്ട, അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ തൊട്ട് മുമ്പേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായിട്ടും അതുകൂടി നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷോർട്സ് സ്റ്റക്ക് ആകുന്നത് ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും. ഒരുപാട് ആളുകൾ പരീക്ഷിച്ച് വിജയിച്ചൊരു ട്രിക്ക് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ചാനലിന്റെ നെയിമും അതുപോലെ നിങ്ങളുടെ സബ്സ്ക്രൈബ് കൗണ്ടും ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിന് ശേഷം എത്രത്തോളം നമ്മുടെ ചാനൽ ഗ്രോ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ലൈവായിട്ടൊരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.